അപ്പം വെൽക്കം ബാക്ക്. അപ്പം ഞാനിപ്പോൾ ഇന്നത്തെ എടുക്കുന്ന ഒരു ഫോട്ടോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലായിട്ടാണ്. അപ്പം നമ്മൾ ചെയ്ത് ഉദ്ദേശിക്കുന്നത് നമുക്കിങ്ങനെ നമ്മുടെ ഫോട്ടോയിലൊക്കെ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ആകാശം കൊടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മളിത് PicsArt ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ റീറ്റേച്ച് ചെയ്യാൻ വേണ്ടി Lightroom കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്കിങ്ങനെ എഡിറ്റിംഗ് നടക്കാൻ വേണ്ടി നേരെ വീഡിയോയിലോട്ട് പോകാം. ഫോട്ടോ ഒന്ന് കളർ ഗ്രേഡ് ചെയ്തെടുക്കാം. അതിന് നമ്മൾ ബേസിക് അഡ്ജസ്റ്റ്മെൻ്റാണ് ചെയ്യുന്നത്. അതിന് അപ്പോൾ ഏകദേശം നമ്മുടെ ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ്റൂം ഉപയോഗിച്ച്. അപ്പോൾ നമുക്കിനി അടുത്ത് PicsArtലേക്ക് പോവാം. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് നമുക്കിവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെയായിട്ട് ഇവിടെ ആഡ് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ചെയ്യുക. അതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ ഒരു സ്കൈഡ് ഫോട്ടോ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്ത് നിങ്ങൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളൊന്ന് സൂം ചെയ്ത് കൃത്യം ഫിറ്റ് ആക്കുക അതിന് ഫോട്ടോ. ഏകദേശം അതിൽ ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴോട്ട് വന്ന് നോക്കിയുടെ ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുക. അതിൻ്റെ അത് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കുക. ഏത് ടൂളിൻ്റെ അകത്തേക്കാണ് നമ്മുടെ ഫോട്ടോ കൃത്യമായിട്ട് ഫോട്ടോ ആയിട്ട് ബ്ലെൻഡ് ആയിരിക്കുന്നത് നോക്കുക. അതിനുശേഷം നമുക്ക് സെലക്ട് ചെയ്യാം. അടുത്ത ചെയ്യേണ്ടത് നമ്മുടെ ചില ഭാഗങ്ങളായിട്ട് നിങ്ങളുടെ ഫോട്ടോയ്ക്കകത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത ഫോട്ടോ കയറി കിടപ്പുണ്ട്. നമുക്കതൊന്ന് മായ്ച്ച് കളയാം. അതിൻ്റെ മണ്ടായിട്ട് തന്നെ എറേസ് ടൂൾ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് എറേസ് സെലക്ട് ചെയ്ത ശേഷം മായ്ച്ച് കൊടുക്കുക. റൺ കൊടുക്കുക. നമുക്കിനി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോയിൽ നമുക്ക് ചെയ്യാം. അതിന് താഴോട്ട് വന്ന് നമുക്ക് അഡ്ജസ്റ്റ് ടൂൾ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്കിവിടെ ബ്രൈറ്റ്നെസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കോൺട്രാസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ പിന്നെ കാണാം.